ഒരു വണ്ടിയും കിട്ടുന്നില്ലല്ലോ കുഞ്ഞ. ഇവളെന്താക്കൂ? ഇതാരാ? ശോഭിച്ചിയോ? ശോഭിച്ചി ഇതെവിടെ പോ നിക്ക? ഞാൻ ബാലുശ്ശേരി പോവാ കുഞ്ഞനെ ഡോക്ടറെ കാണിക്കാൻ. ആണോ? ഓ ആയിക്കോട്ടെ. അയ്യോ വലിയ കാര്യം മോനെ. എത്ര നേരമായിന്നറിയോ ഒരു വണ്ടിയും കിട്ടാണ്ട് ഇങ്ങനെ നിക്കുന്നേ. കുഞ്ഞാക്ക് ഈ വഴി വണ്ടി കുറവല്ലേ? മോന് ഇന്റർവ്യൂ ആയിരുന്നുല്ലേ? ഒരു ഇന്റർവ്യൂ ഉണ്ട് ബാലുശ്ശേരിയില്. ബാലുശ്ശേരിയാ? മോനാളെ നിർത്തിയിട്ടില്ലായെങ്കിൽ ഞാൻ ആടെ ഇങ്ങനെ നിക്കാൻ ഇനിയോ. എന്നാലും എന്റെ മോനെ എന്നെ പോലത്തെ ചെറുപ്പക്കാരെ ഇപ്പം കാണാൻ പണിയാട്ടോ. ഇപ്പോഴുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, ഞാളെയൊക്കെ കണ്ടാ വണ്ടി ഒന്നും നിർത്തിയാലോ ഒരൊറ്റ പോക്കാ. അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ മോനെ. എന്തോരിഷ്ടം എന്നോട്. എപ്പോഴും പറയൂ ഏട്ടനെ എന്നെ കൊണ്ട് പറയുന്നവരൊക്കെ 100 നാവാ. എപ്പം പറയും നല്ലോരേട്ടനമ്മേ നല്ലോരേട്ടനമ്മേ അത്. ഓളെ അച്ഛനും അങ്ങനെ തന്നെയാ. എന്നെ പറ്റി ഭയങ്കര മതിപ്പാ. ഇപ്പോഴത്തെ എങ്ങനത്തെ ചെറുപ്പക്കാരെ ഇപ്പം കാണാൻ പണിയാന്നറിയോ. മോളാ വിളിക്കുന്നേ. എന്റെയാന്ന് വിളിക്കുന്നത്. ഉണ്ടല്ലോനെ സ്പീക്കറിലിട്ടെങ്കിലേ ഇതങ്ങ് ഒച്ച അങ്ങ് കേക്കും. ഫോണ് കുഞ്ഞൻ കളിച്ച് എന്തോ അങ്ങായി പോയി. ഹലോ മോളെ, വണ്ടി ഒന്നും കിട്ടിയില്ല. അതിനെ ഞാൻ അവിടെ എങ്ങനെ നിക്കതിനെ. അന്നേരം രാഹുല് വരുന്നുണ്ടായിരുന്നു. ഞാൻ അവന്റെ വണ്ടി കേറി ഒന്നെ കേറ്റി. എന്റെ അമ്മ ആ ചെറ്റന്റെ വണ്ടി ഞങ്ങൾ കേറി. ഇതുപോലൊരു കാട്ടുകോഴി നാട്ടില് വേറെ ഇല്ല. ഇറങ്ങിക്കോ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. നാട്ടുകാര് കണ്ട ഇങ്ങളെയും കൂടി പറയൂ. നിങ്ങൾ ഇങ്ങോട്ട് വാ, ബാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. അച്ഛൻ അറിയണ്ട, അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ നിങ്ങളാ വെറുതെ പറയിപ്പിക്കാനാ. എനിക്ക് അമ്മയ്ക്കൊരു ബോധമൊന്നും ഇല്ലേ? ശോഭിച്ചി ഇവിടെ ഇറങ്ങല്ലേ? ഞാനിവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും വണ്ടി. പറയാൻ നിക്കണ്ടായിരുന്നു. പൊക്കി പറഞ്ഞതാണ് പ്രശ്നമായ. ഫോൺ എടുക്കാൻ വേണ്ട. ഞാൻ അങ്ങ് എത്തട്ടെ ഒക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട്. വഴിയെ പോയ വയ്യാവേലിയൊക്കെ വിളിച്ചു കയറ്റി മനുഷ്യന്റെ സമാധാനം പോയി. ഇന്റർവ്യൂവിന് പോയിട്ട് കാര്യമില്ല.